ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ദ്വീപിലെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള സൽമത്തിൻ്റെ വീട്ടിലാണ്. എന്തിനാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഉമ്മ നമുക്ക് നല്ല അടിപൊളി ഭക്ഷണം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടൻ ഫുഡ് കേട്ടോ, ദ്വീപുകാരുടെ നാടൻ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങാച്ചോറും മുളക് തണ്ണിയും. അപ്പോൾ ദ്വീപിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തേങ്ങാച്ചോറും മുളക് തണ്ണിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മമാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അപ്പോൾ ദാ മീനിൻ്റെ മണം അടിച്ചപ്പോൾ തൊട്ട് ദാ 2 പേര് ഉമ്മയുടെ അടുത്തു നിന്ന് മാറാതെ നടക്കുന്നുണ്ട്. മീൻ വെട്ടി ഇന്ന് ഇവർ കറി വെക്കാൻ സമ്മതിക്കുമോ എന്തോ. അപ്പോൾ ദാ ഉമ്മ മീനൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഊള മീനാണ് കിട്ടിയേക്കുന്നത്. നമുക്കിന്ന് കിട്ടിയേക്കുന്ന ഊള മീനാണ്. ഊള ഇവിടെ വിളിച്ച് പറയുന്നത് ഊള. സൽമത്ത് വേണ്ട ചോറ് റെഡിയാക്കാൻ പോകുന്നു. സുന്ദരി സൽമ. ഇവിടെ ഒരു സംഭവം അരയ്ക്കുന്നുണ്ട്. ഇതാണ് മുളക് അരയ്ക്കുന്നത്. ഇനി ഇടുവല്ലയോ ചോറ് അടുപ്പിനകത്ത് കയറ്റി. രാത്രിയിലത്തേക്കുള്ളത് വേറെ വെക്കും. അത് നല്ലതാ, ചൂടോടെ കഴിക്കാമല്ലോ അല്ലയോ. ഉമ്മ വേണ്ട മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നു, സെറ്റാക്കി കൊണ്ടുവന്നു. ഇതാണ് സൽമത്തിൻ്റെ ഉമ്മ, സുന്ദരി ഉമ്മ അല്ലയോ, പൊന്നുമ്മ. ഇതാണ് മുളക് അരച്ചത്. ദ്വീപുകാരുടെ മുളക് അരച്ചതാ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അരച്ച് റെഡിയാക്കി ഇതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ചേർക്കും. അതെല്ലാം ചേർത്തത് അതുപോലെ അരച്ചു വെച്ചേക്കുന്നുണ്ടോ. ഫ്രിഡ്ജിൽ വെക്കും. ഇതിന് ഫ്രിഡ്ജിൽ വെക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഒരാഴ്ച മേലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാല് സുർക്ക ഒഴിച്ച് വെക്കും. ഫ്രിഡ്ജ് ഇല്ലാത്ത കാലങ്ങളിൽ നമ്മൾ ഇതില് സുർക്ക ഒഴിച്ചിട്ട്, ആവശ്യത്തിന് സുർക്ക ഒഴിച്ച് മൂടിയിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ വെക്കാറുണ്ടായിരുന്നു പണ്ട്. പിന്നെ ഇപ്പൊ ഫ്രിഡ്ജൊക്കെ കാലം വരാനായപ്പോ നമുക്ക് ആവശ്യത്തിന് എടുത്താണല്ലോ നമ്മൾ എല്ലാ കാര്യം ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മളിങ്ങനെയുള്ള ഒരു പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിനെടുത്ത് നമ്മുടെ പണ്ടത്തെ ഞങ്ങള് കൊരണ്ടി എന്നൊക്കെ പറയും. ഞങ്ങള് പണ്ടൊക്കെ കൊരണ്ടി എന്നൊക്കെ പറയും. കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ രീതികളാണ് ഇപ്പോഴും നമ്മുടെ ദ്വീപിൽ കാണുന്നത് ഇല്ലേ. ഞങ്ങളുടെ നാട്ടിലെ പഴയ കാര്യങ്ങളാണ് ഇതൊക്കെ. പണ്ടൊക്കെ ഇതുപോലെ ചെറിയ ഇതിനകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ തിരുമുന്ന ചിരവുണ്ടോ. ഇപ്പൊ ഞങ്ങളൊക്കെ നിന്നില്ലേ തിരുമുന്നേ. ആരാ തിരുമുന്ന ഇപ്പൊ. ഞങ്ങൾക്ക് ഇഷ്ടം അതാ. ഇപ്പൊ വേണ്ട, ഇവിടെ എല്ലായിടത്തും ഇത് തന്നെ. എനിക്കും ഉണ്ടൊരെണ്ണം. 10 കൊല്ലം മഴവെള്ളം ഇവിടെ തന്നെ ഒരു 5 വേനുള്ളുണ്ട്. അതിനകത്ത് ഒഴിച്ചു 5 കൊല്ലം കഴിക്കും. 5 കൊല്ലം മഴവെള്ളം ഇപ്പോഴും ഉണ്ട്. കുടിക്കാൻ എടുക്കുന്നില്ല. അത് സൂക്ഷിച്ച് വെച്ചതാണ്. അത് ചിലപ്പോൾ ഒരു മരുന്നിട്ട് അത് ഉപയോഗിക്കും. ശ്വാസം മുട്ടിന്റെ അലിപ്പറ്റാണ്. എനിക്ക് ശ്വാസം മുട്ടില്ല. അത് മഴവെള്ളത്തിൽ ഒരു തുള്ളി നോരങ്ങാനീര്, മസറിനോരങ്ങാനീരും, പിന്നെ ഈ വെളിയ മഴവെള്ളവും ഒരു 1 ഗ്ലാസ് കൊക്കളാസിനുള്ളത് ചണ്ടിട്ട് ഈ പുളിനോരങ്ങ അറ്റിച്ചിട്ട് അപ്പം അത് കുടിക്കണം. അത് കുടിക്കും. അപ്പൊ അതിന് വിട്ടുകൊണ്ടാളും കൊണ്ട് ഓരോ മരുന്നുകള്, ഉമ്മമാരുടെ ഓരോ മരുന്നുകൾ. അതൊക്കെ കാര്യം വരുമ്പോ അത് ഞങ്ങളുടെ ഉമ്മ സ്റ്റോക്ക് ചെയ്യും. ഞാൻ കണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചോദിക്കാം. ഉമ്മ പഞ്ചസാര നമ്മള് ഒരു വർഷത്തേക്കുള്ളത് നമ്മളിങ്ങനെ എടുക്കും, കൊള്ളിക്കുമല്ലോ മഞ്ജുവിന് വരുമ്പോ. ഈ ഉമ്മ സെപ്പറേറ്റ് പാത്രത്തിലാണ് വച്ചിട്ടുണ്ട്. നമുക്കറിയില്ല. നമ്മുടെ ഈ ഉപയോഗിക്കുന്ന വലിയ പാത്രത്തിലുള്ളത് തിരുമുമ്മ അമ്മ കൊണ്ടുവരും. ഒരു വായൊക്കെ കെട്ടി വെച്ചത്. ഇത് ഇത്രയുള്ള ഒരു ചെറിയ അരിയാണെങ്കിലോ അതും അങ്ങനെ തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായപ്പൊടി ആണെങ്കിലും നമ്മള് ഒരു ബൾക്കായിട്ട് കൊല്ലത്തിന് കൊള്ളിക്കുന്നതാണ്. ഒരു വർഷത്തില് മഞ്ജു വരുമ്പോ ഒരു വർഷത്തേക്കുള്ള സാധനം എടുക്കും. കൊപ്രൊക്കെ കൊടുത്ത് കൊള്ളിക്കുന്നത്. ആ കൊള്ളിക്കുന്നതിന് ഉമ്മ സെപ്പറേറ്റ് വേറെ എടുത്ത് വെക്കും. ഇവരുടെ കുടുംബത്തിൽ തറവാട്ടിൽ ചെയ്തു വന്ന ഒരു സേവിങ്സ് അങ്ങനെ മാറ്റി വെക്കുന്നതാ. ഞാനിത് കണ്ടിട്ടുണ്ട് പല വർഷം. പഞ്ചസാര കൂട്ടാണെങ്കിലും എന്തിനാ മാറ്റി വെച്ചിട്ടുണ്ടാവും. ചോദിച്ചു നോക്കി. ചായപ്പൊടി നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലിട്ട് അതിന് തന്നെ എല്ലാ നേരവും മുട്ട് തുറന്ന് എടുക്കുമ്പോൾ അതിന്റെ ഹാവി പോയി. അപ്പൊ അതിന് കുറച്ച് പൊടിയെടുത്ത് വേറെ ഒരു കുപ്പിയിൽ, ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ മാറ്റിക്കൊണ്ട് വെച്ചു. മറ്റേ മുളക് അങ്ങനെ കിച്ചണിലുണ്ടാവും. അതല്ലാണ്ട് വേറെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അത് നല്ലതാ, അത് എപ്പോഴും സോയപ്പൊടി ഇപ്പൊന്നും അങ്ങനെ വായിപ്പല്ലേ. പഞ്ചസാര വായിക്കും. അത് നമ്മളെ പോത്രങ്ങല്ലേ, 50 കൊട്ടക്കറിയല്ലേ, അതിനോട് ഇട്ട് കൊയ്ക്കുന്ന നേരം അത് ചീവാൻ പോയാൽ ഇങ്ങനത്തെ ഓരോ കുട്ടിക്കൊരുക്കെടുത്ത് ഞാൻ വായിക്കും. പച്ചച്ചീവൊക്കെ വെക്കും പറയാ പറയത്തില്ല. ഇല്ല. ആവശ്യം എപ്പോഴും എടുക്കാവല്ലോ. പഞ്ചസാര നമുക്കൊരു കൊള്ളുവാൻ പുറത്തുനിന്ന് വാങ്ങിപ്പാൻ കൈവല്യൊക്കെ ഒരു വായ്പിനെ ഇങ്ങനെ അടുത്ത് പെട്ടെന്ന് തോന്നെത്തിയ അതെ, നമ്മ കൊണ്ട പഞ്ചസാര ഇല്ല. രാവിലെ ഒരു ചായ ആയിരിക്കും കഴിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമ്മുടെ അടുത്ത് പഞ്ചസാര എല്ലാം അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? ഇതിന്ന് എടുത്തോണ്ട് വരും. ഇവർക്ക് കേട്ടാ എല്ലാം ചുറ്റി ചുറ്റും കൊണ്ടുവരും. ഉമ്മമാരെന്ന് പറഞ്ഞാൽ അതാ എപ്പോഴും കരുതലാ. അത് എപ്പോഴും കരുതണ്ട്. മുന്നേ നമ്മളെ ഉമ്മാനെ കുറെ ഉമ്മ മുന്നേ അല്ലേ ഇതന്നെ നമ്മൾ കുടിയേരി എന്ന് എടുക്കും. ഇങ്ങനെ നമ്മ ഇത് ഇതേപോലെ ഇപ്പൊ ഞാൻ പോകുന്നതിന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വായിക്കുന്നത്. ഇതിപ്പം ഒരു ആഴ്ച ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് ഒരു 3 വെള്ളം, ഒരു വെള്ളം എന്ന് പറയാം, 3 ലോട്ടം. അതിൽ നിങ്ങൾ പിടി നമുക്ക് എന്താ ആവശ്യം അതിൽ നിന്ന് ഒരു പിടി എടുത്ത് ഇതിൽ സൂക്ഷിക്കും. ഉമ്മ മുളക് അരച്ചത് അരഞ്ഞ ഉമ്മ കൊറേ സമയം എടുക്കും ഇല്ലയോ? ഇതിപ്പോ നമ്മൾ എന്തൊക്കെ ഉമ്മ ഇട്ട് ഇതിനകത്ത്? ഏതും കിട്ടല്ലേ, ചുമ്മാ തേങ്ങായും മുളക് മാത്രം, ഏതും കിട്ടല്ല. വെല്ലുള്ളി ഇട്ടു. ഇതല്ലേ മുളക് പൊടിയും മുളകിന്റെ കൊരയല്ലേ, മുളകായിട്ട് മുളകും ചുരിഞ്ഞത് ഈ മുളകിന്റെ ഈ സാധനം ഇത് സെപ്പറേറ്റ് കൂടുതൽ വരുമ്പോ ഇത് സെപ്പറേറ്റ് നമുക്ക് കൂടുതൽ ഉണ്ടാകും ഇതില്. അപ്പൊ ഉമ്മ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് മുളകിന്റെ കൂടെ ഇട്ട്. അങ്ങനെയാണ് അത് വെളുത്തത്. ഇപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട് കൽമത്തെ? മുളക് പൊടിയും മുളകും വറ്റൽമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകം അല്ലേ അമ്മ? വലിയ ജീരകം പിന്നെ കുരുമുളക് ഇടും. പക്ഷെ ഇവര് ഇടാൻ സമ്മതിക്കില്ല. ഇവർക്കൊക്കെ ഉലുവായിട്ടാൽ ഇങ്ങനെ വെളുത്തു പോകും, വെളുത്തിരിക്കും. വേണം. പക്ഷെ ഇവർക്ക് എരിയരുത്. ഞാനാണെങ്കിൽ ഇവിടെ എവിടെയും തപ്പി നോക്കിയിട്ട് കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനല്ല. കുരുമുളക് കൂട്ടിയത് ബലിക്കുന്ന മീൻ വെട്ടിപ്പലി ആദ്യം വെട്ടിപ്പാൻ കുരുമുളക് ഇടുകില്ല. ഇതിലമ്മ കറി പോലെ തൊട്ട് പാടുന്നത് അണ്ണ ഒക്കെ പുകയും. അതാണ് ഇവർ ഇടാത്തത്. അതായത് ഇവിടുത്തെ ഉമ്മമാരെല്ലാം എരികൂട്ടം കുറവാ. പിള്ളേര് ചിലരൊന്നും എരികൂട്ടത്തില്ല, കുറച്ചു പേരേ ഉള്ളു ഇവിടെ എരികൂട്ടുന്ന. ഇതൊക്കെ ഫോളും ഇഷ്ടമല്ല. നല്ല എരിവിൽ തന്നെയാണ്. അല്ല ഉമ്മ ഇനി മീൻ കറി വെക്കാൻ പോവാ. മീൻ കറിയല്ല, നമ്മൾ എന്തോ ഉമ്മ വെക്കാൻ പോകുന്നത്? നമ്മൾ അരച്ചു വെച്ച മുളക് കണ്ടോ? ഇതാണ് നമ്മുടെ ദീപുകാരുടെ സ്പെഷ്യൽ മുളക് സുർക്ക. ഞാനൊരു ബോട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ സുർക്കയ്ക്കകത്തും ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലേ, നല്ലതും പന്നലും ഒക്കെ ഉണ്ട്. പുളിച്ചത് നല്ല കടുപ്പമുള്ളതുണ്ട്, കടുപ്പം കുറഞ്ഞതുണ്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപുകാരുടെ സ്പെഷ്യൽ സുർക്കയാണ്. നമ്മുടെ നാട്ടിലെ വിനാഗിരി അല്ല. തെങ്ങിനെടുക്കുന്ന നീര നമ്മ പാത്രത്തൊക്കെ തൊട്ട് വച്ച് വെള്ളം വിട്ട് പാത്രങ്ങളല്ലേ തേനിലൊക്കെ വച്ചിട്ട് ഒരു 6 മാസം വരെ അത് ഇടാ. ഇത് സൽമത്തിന്റെ ഒരു ഇക്കായ. എങ്ങോട്ട് നോക്കിക്കേ. ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് ഗോവയെല്ലാം പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നതാ ഗ്യാങ്ങായിട്ട്. അതാണ് ഉണ്ടോ സൽമത്തിന്റെ ഒരു ഇക്ക. സൽമത്ത് എത്ര ഇക്കന്മാരുണ്ട്? 5 ആങ്ങളമാരും 3 പെണ്ണുങ്ങൾ. എന്റെ കൂട്ടുകാരനും പുറത്ത് വന്നിരിപ്പുണ്ട്. 2 പേരും കൂടെ കത്തിനെടുത്തോണ്ട് പോകുന്നുണ്ടോ? അവിടെ കഥ പറയാൻ വന്നിരിപ്പുണ്ട്. സുർക്ക ഒഴിച്ച് ആവശ്യത്തിനുള്ള സുർക്ക. ഇതാ മെയിൻ സംഭവം ഇതിനകത്ത്. സുർക്കയാ ഇതിനകത്ത് മെയിൻ. അത് അളവ് വേണം, അളവില്ലാതെ പറ്റത്തില്ല. ലൈച്ച അടുപ്പ കയറ്റി ലച്ചുവോ? സൽമത്തിന്റെ ഇക്ക പറഞ്ഞ കേട്ടോ, ലച്ചുവോ? ലച്ചു എന്ന് പറഞ്ഞാ ഇരുന്നോ. ഉപ്പ് ഇട്ട് അപ്പുറത്ത് തേങ്ങാച്ചോറ് ഇതോ പറ്റാറായി. റെഡിയാവും തേങ്ങാച്ചോറ്. വെള്ളം പറ്റി. മുക്കാൽ 90% പറ്റി. തീ കുറച്ച് തീ എടുത്ത് മാറ്റും. ഉള്ള തീയിൽ കുറച്ച് അതത് വെറ്റിയെടുത്തോ. ഇനി കറക്റ്റ് സെറ്റായിട്ട് തേങ്ങാച്ചോറ് സെറ്റായി വരും. ഈ മുളക് തന്നെ നമ്മൾ അരച്ചു വെക്കത്തില്ല.
അതിന് കുറുകണം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേ അടയ്ക്കത്തുള്ളൂ. തിളച്ച് വരട്ടെ ഇല്ലയോ? അതങ്ങനെ എടുക്കണമെന്നില്ല. കുറച്ച് നെയ്യോ ഈ പാലോ പാമയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കും. ആട്ടിയ നെയ്യുണ്ടേ, വെളിച്ചെണ്ണ ആട്ടിയ അതുണ്ട്, അത് ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടുതലാ. പക്ഷെ ഉണ്ട് ഉള്ള സ്ഥലത്ത് കണ്ട ഒരു വാഴ കൊണ്ട് നട്ടിട്ടുണ്ട്. കായ ഒന്ന് കൊത്തിയതാ, ഒരു ചെറിയ ഒരു അതിന്റെ വീഡിയോ കാണാൻ അത് നല്ല ഒരു വലിയ പച്ചമഞ്ഞളൊക്കെ കൊണ്ട് വെച്ചേക്കുന്നു. തീർന്നില്ല, കഴിച്ച് തീർന്നില്ല. എന്താ വാഴ ഇത്? ചുമ്മാ 15 ഉണ്ടായിരുന്നു. ഒരു കൊല വെട്ടിയിട്ട് 15 കായ ഉണ്ടായിരുന്നു. ഇത് മറ്റേ കിച്ചൺ വെള്ളങ്ങളാണ്, സ്റ്റോക്ക് ഞാൻ പറഞ്ഞില്ലേ. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണയോട്ട് വെള്ളം, ശുദ്ധീകരിച്ച വെള്ളം വരുന്നത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാ വെള്ളം. മഴവെള്ളം ഉമ്മ കണ്ടോ? ഒരാളോട് പറഞ്ഞു ആ ക്യാനിലിരിക്കുന്നതാന്ന് തോന്നുന്നു. അല്ല ദാണ്ട് ഈ ക്യാനിലിരിക്കുന്നതാണ് 5 വർഷമായ മഴവെള്ളം. 5 കൊല്ലം അങ്ങോട്ട് പോകണ്ട്. സൽമത്തിന്റെ പഴയ വീടാണ്ട. പഴയ വീട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ട് ഇതുപോലൊരു കയ്യാല. ഇതിനകത്ത് നിസ്കരിക്കാനും പിന്നെ ഉറങ്ങാനും ഇവിടെ തന്നെ. നമ്മുടെ തറയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ഹൈറ്റില് ഇങ്ങനെ ഒരു തിട്ട പോലെ ഇത്രയും പണിയും കണ്ടോ. മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സൽമത്തിന്റെ പഴയ വീടാ ഇത് കേട്ടോ, പഴയ വീട്. പുതിയ വീട് അപ്പുറത്ത്, ഇത് പഴയ വീട് കണ്ടോ. നമ്മുടെ ദ്വീപിലെ ഒരു പഴയ വീട് കണ്ടോ. കണ്ടോ ഉമ്മ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ മഞ്ജുവൊക്കെ വരുമ്പം ഇവര് കൊണ്ടുവരുന്നതാ. നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴെപ്പോഴും പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടത്തില്ല. ഇതാകുമ്പോ ഒരു വർഷത്തേക്ക് കേരളത്തിൽ നിന്നുള്ള സാധനം മഞ്ജു വരുമ്പോഴത്തേക്ക് അതിനകത്ത് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കണ്ടോ. ഇങ്ങനെ കവറൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന. ഇവിടെ ഇക്കന്മാരൊക്കെ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ മീൻ കൊണ്ടുവരുമ്പോ അയൽവാസികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കവറിനകത്തിട്ട് കൊടുക്കാം. അതിനിടുക, അത് അതിനൊക്കെ കാച്ചു ഇനി അതിനൊക്കെണ്ടിരിക്കുന്ന 6 മാസം കാണും. 6 മാസം കഴിഞ്ഞതുകൊണ്ട് ആ സുറുക്ക എടുക്കത്തുള്ളൂ. പക്ഷെ മറ്റു വലിയ ക്യാനിലിരിക്കും അതിപ്പോ 6 മാസം കഴിഞ്ഞ് ഇല്ലേ അമ്മ. അപ്പുറത്തിരിക്കുന്ന 2 ക്യാനില് നമ്മുടെ മീര കൊണ്ടുവന്ന് ചൂടാക്കിയിട്ട് വെച്ചത്. ഇത് നമ്മ മുളക് പൊടിച്ചത്. നെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കാണ് നെയ്യെന്ന് പറയുന്നത്. ഞങ്ങളുടെ വെളിച്ചെണ്ണയ്ക്കാ അങ്ങനെ പറയുന്നത് നെയ്യാണ്. ഇത് ഒരു കേരളം ചൂടാക്കിയിട്ട് കേനൊക്കെ വിടാറുണ്ട്. ആ കേനാറുണ്ട്, മീരടുത്ത കേനാറുണ്ട്. അങ്ങനെ കുപ്പിയിലാക്കി വെളിച്ചെണ്ണ വെച്ചേക്കുന്നുണ്ട്, ആട്ട് വെളിച്ചെണ്ണ. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന അത് ഇത് തീർന്നാൽ അത് കൊണ്ടുക. വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഇവിടെ തന്നെ ആട്ടുക. ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയിട്ട് ബാക്കി നമ്മൾ കൊടുക്കാനുള്ള കൊപ്രയ്ക്ക് കൊടുക്കും. ആ കൊടുക്കുന്ന കൊപ്ര കൊണ്ടുള്ള പൈസക്ക് നമ്മൾ എന്തോ ചെയ്യും, ഈ വീട്ടു സാധനങ്ങളെല്ലാം ഇതുപോലെ മേടിച്ച് നമ്മൾ ഇത് ഒരു ചാക്ക് പഞ്ചസാര, ഇതൊരു ചാക്ക് പഞ്ചസാര, ഇത് തീർന്നു. നിങ്ങളെല്ലാരും വിചാരിക്കും എന്തിനാ ഇത്രയും സാധനം എടുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ ഇങ്ങനെയാ. ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. ദ്വീപ് നിങ്ങളെ ദ്വീപ് പോലെ അല്ല, നമ്മുടെ നാട് പോലെ അല്ലല്ലോ. ആവശ്യത്തിന് നമുക്ക് ഒരു തക്കാളിയോ പച്ചക്കറിയോ എല്ലാം ഒരു മാസം പോയി പച്ചക്കറി ഇല്ല. ഇത് കൊണ്ടുപോകാൻ ഇനി പോകണ്ട്. അതെ, പോകി കൊണ്ടുപോകാൻ ഇങ്ങനെ സൂക്ഷിക്കും. അതേപോലെ ഇപ്പൊ ഈ സാധനങ്ങൾ മേടിച്ച് സൂക്ഷിക്കുന്ന ഇനി ഒരു സമയത്ത് കപ്പലും മഞ്ചും വന്നില്ലെങ്കിലും നമ്മൾ ആഹാരം കഴിച്ച് കിടക്കണ്ടായി. അതിനുവേണ്ടി നമ്മൾ ഏരിയല്ലേ മാത്രം നമുക്ക് എടുപ്പാനുള്ളത്. അതെ, മാത്രം ഏരിയല്ല ലോവ സൊസൈറ്റിന് വാങ്ങും. പിന്നെ ഇതെല്ലാം ലോവ സ്വീകരിച്ച് വായിക്കണം. അതെ, ഇവിടെ നാത്തൂനും കൂടെ ഭയങ്കര സംസാരം. ഉമ്മയുടെ ആങ്ങളയുടെ വൈഫ് ഇല്ലയാ നാത്തൂന. 2 നാത്തൂന്മാരുടെ ഉമ്മയുടെ ആങ്ങളെ എന്റെ കെട്ടി, ഉമ്മയുടെ ആങ്ങളെ എന്റെ കെട്ടി. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമാ. ഇത് സൽമത്തിന്റെ വേറെ ആങ്ങളെ പോലും ഒന്നുമില്ല. കുപ്പായിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് വീട്ടിലാവുന്നില്ല ഇല്ലയോ. കുപ്പായി ഇട്ട് 2 ആങ്ങളമാരെ കണ്ട സൽമത്തിന്റെ. അതല്ലേ പണി എടുത്തിട്ട് വന്നതാ. ഈ വരുന്ന 2 പേര് ആരെന്നറിയാമോ? ഡൈവിങ്ങിന്റെ വലിയ മാസ്റ്റർമാരായി പോകുന്നത്. ഇപ്പൊ ഇവിടെ മീൻ റെഡിയായി. നമ്മുടെ ഈ വെളിയിൽ വന്ന് മീൻ സെറ്റായി. മുള കുറച്ച് റെഡിയായെന്ന് തോന്നുന്നു.
മരുന്ന് വെക്കുന്നു. മീൻകറി റെഡി ആയതന്നെ. മീൻകറി എല്ലാം മുളക് തന്നെ. മൊളാനി അവര് പറയുന്നത്, മുളക് തന്നെയല്ല മൊളാനി. തിളച്ച് വരുമ്പോ ഇതിന് ഇനി കുറച്ച് കുറച്ച് ഇതിപ്പോ വരി ഒന്നുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല ഇത് തുറന്നത്. നമ്മളിനി തേങ്ങാപ്പാൽ എന്തിനാ എടുത്തു വെച്ചേക്കുന്നത്? രാത്രിക്ക് ചോറ് വെക്കാൻ. ഓ, ഒരു രാത്രി തേങ്ങാച്ചോറ് വെക്കാനുള്ള പാലാവണ്ട എടുത്തു വെച്ചേക്കുന്നത്. രാത്രി ചോറും മുളകിനും ആവശ്യത്തിന് ഇങ്ങനെയൊന്നും വെച്ചിരുന്ന പനലാവത്തില്ല. നല്ല ആവി പറക്കുന്ന തേങ്ങാച്ചോറ് ഞാൻ ഇവിടെ റെഡിയായി. എനിക്ക് മാട് വേണ്ട. മാട് തല തല അതാ നിനക്കില്ലേ തല പിരിശം. പിരിശം എന്താ? അതിനെ മായൊക്കെ കാണിച്ചു കൊടുക്കണം. അടിപൊളി തേങ്ങാച്ചോറ്. ഫുഡ് തേങ്ങാച്ചോറ് മുളക് തന്നെ വേറെ ലെവല. ചെമ്മല്ലി രാത്രി നമ്മൾ ആങ്ങളമാർ പോകുന്നുണ്ട്, അന്ന് അപ്പത്തുണ്ടാക്കി അപ്പ കഴിക്കണം. അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അന്നേരം പോയി പിടിച്ചു കൊണ്ടുവരും. രാത്രി തന്നെ കറി വെച്ച് കഴിക്കും എല്ലാവരുടെ. വെച്ചേക്കത്തില്ല. ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്ന പരിപാടിയേ ഇല്ല അല്ലയോ? ഇങ്ങനെ കൂടുതൽ കിട്ടാത്ത സമയത്ത് അതെ അന്നേരത്തൊക്കെ ചോര ഉണ്ടെങ്കിൽ വായിക്കും. അതിലാണ്ട് നമുക്ക് ഉപ്പം കുക്കൊണ്ടൊക്കെ തന്നെ ഉപ്പ തന്നെ. നല്ല മുള്ളുണ്ട് ഇല്ലയോ? മുള്ളമീൻ സാധാരണ ഇങ്ങനെ മുളക് തന്നെ വെക്കും. പൊട്ടിക്കുകയും ചെയ്യും. നല്ല ഉണക്കി ബരിച്ച് രസം എങ്ങനെയുണ്ട് ഉമ്മ? ബറാബർ സൂപ്പർ. ഇതാണ് നമ്മുടെ മുളക് തണ്ണി. സൽമത്തെ മുളക് തണ്ണി തേങ്ങാച്ചോറ്. കൂടെ കട്ടനുണ്ട്. അടിപൊളിതാ തേങ്ങാച്ചോറ് മുളക് തണ്ണി സൂപ്പറായിട്ടുണ്ട്. ഉമ്മ വെച്ച കറികളാ. ഒന്നുണ്ടോ? നിറയ്ക്കുന്നുണ്ടോ? ഉമ്മ വെച്ച നല്ല അടിപൊളി. ഇനി നാടൻ കറി വെക്കാൻ നമുക്കൊരു ദിവസം. നാടൻ കറിയും ചോറ് ശരിയായി അരച്ചു വെക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.